വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം അനേകം സ്ത്രീകളെ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ പലരും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പാപത്തിൽ പങ്കാളിയായി പാപിനിയായി മുദ്ര കുത്തപ്പെട്ട ഹൗവ മനുഷ്യരാശിയുടെ ശാപകാരണമായെങ്കിലും ദൈവം തൻ്റെ പദ്ധതിക്കനുസൃതമായി തൻ്റെ ജനതയുടെ രക്ഷയ്ക്കു വേണ്ടി പല ഘട്ടങ്ങളിലും ഓരോ സ്ത്രീരത്നങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. SM നഗർ സെന്റ് മേരീസ് ദേവാലയത്തിലെ നമ്മുടെ വനിതകൾ ഹൃദയപൂർവ്വം അവതരിപ്പിക്കുന്നു ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ. ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ. സാറ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ജനതകളുടെ മാതാവ് എന്നറിയപ്പെട്ട സ്ത്രീരത്നം. മിറിയം. ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്നും കാനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹ്റോനോടൊപ്പം നിന്ന ധീരവനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടന്നപ്പോൾ മറിയം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു. ദബോറ. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കാനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തൻ്റെ കൂടെ വരണമെന്ന് ബാറാഖ് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാറാക്കിനോടും അവന്റെ സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. റൂത്തും നവോമിയും. യഹോവയോടും അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തൻ്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മൊവാബി സ്ത്രീയായ റൂത്ത് തൻ്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്നു പറഞ്ഞ് അവൾ അമ്മായിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്നു നിന്നു. ഹന്ന. ഇസ്രായേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബിഗേൽ. കാർമേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കിയ ധീരവനിത. നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലി ആയിരുന്നുവെങ്കിലും ക്ഷിപ്രകോപിയായിരുന്ന യജമാനന്റെ മുമ്പിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. എസ്തേർ. അഹസ്വേരോസ് രാജാവിന്റെ പ്രിയപത്നി. തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെയിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയവും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ, കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്ന പ്രവാചകി. ആഷേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി.
വളരെ വയസ്സു ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചികയ്ക്ക് കഴിഞ്ഞു. മാർത്തയും മറിയവും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാർ. യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയം. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ്. സമരിയക്കാരിയായ സ്ത്രീ. യേശുവിനെ മിശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞവൾ. അറിഞ്ഞ സത്യം മറച്ചു വയ്ക്കാതെ സർവവും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്കു കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലേനക്കാരി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ. മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയിലെത്തിയ മഗ്ദലേനക്കാരി മറിയത്തെയാണ് താൻ ഉയർത്തെഴുന്നേറ്റ കാര്യം ശിഷ്യന്മാരെ അറിയിക്കുവാനും യേശു ചുമതലപ്പെടുത്തിയത്. വേദപുസ്തക താളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധേയത്വത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഭക്തിയുടെയും നേതൃപാടവത്തിൻ്റെയും ഉത്തമ മാതൃക നമുക്ക് കാട്ടിത്തരുന്നു. ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ തീനാളങ്ങൾ കൂരിരുൾ നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദീപങ്ങളാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ സഹരക്ഷകയാം കന്യകയേ പാപക്കറകൾ ദൂരെയകറ്റാൻ സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. മനസ്സാൽ കണ്ട കർത്താവ് നമ്മെ അത്ഭുതപ്പെടുത്തും. ഓർക്കുക, അവിടുന്ന് നമ്മെ മുഴുവൻ അറിയുന്നു. കടലിനെ
ഈ പരിപാടി സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഏവർക്കും SM നഗർ സെന്റ് മേരീസ് ദൈവാലയത്തിന്റെ വനിതാ ദിനാശംസകൾ.